അങ്ങനെ പറഞ്ഞു അറിഞ്ഞൂടളിയാ. എടി ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. അയാളുടെ കൂടെ ഞാൻ സെൽഫി എടുത്തതാണ്. എന്നിട്ട് അതെവിടെ മാഞ്ഞു പോയാ തേഞ്ഞു പോയാ അത് നീ തിന്നാ? ഇതിനകത്ത് കാണുന്നില്ല. നോക്ക് ചാരു, അയാളുടെ പേര് മുരുകദോസ് തന്നെ, എനിക്ക് ഉറപ്പാണ്. എനിക്കറിയത്തില്ല നിനക്ക് എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കണം. ഞാൻ അയാളുടെ ഫോട്ടോ എടുത്തതാണ്, ഞാൻ അയാളെ കണ്ടതാണ്. വീണ്ടും വീണ്ടും അതന്നെ ഫോട്ടോ എടുത്താണ് കണ്ടതാണ്. ചാരു, അയാളായിരിക്കും പ്രേതം. ചാരു, ഇവള് പറയുന്നത് എനിക്ക് വിശ്വാസം. നീ വിശ്വസിച്ചില്ലേ? താങ്ക്സ് പപ്പി, നീയെങ്കിലും വിശ്വസിച്ചല്ലോ. അടുത്തു കാരണം എന്താണെന്നറിയോ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം ഒരുവിധം കണക്റ്റഡാ. അതായത് ഇപ്പോൾ അമ്മാവിന് ഷോക്ക് അടിച്ചത് മുതൽ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണക്റ്റഡാ. ഇവള് പറയുന്ന കാര്യം അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ നീ ഫുൾ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണം. എന്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം? ഞാൻ ഉള്ള പോലെ തന്നെ പറഞ്ഞേക്കണേ. എടി അതല്ല, നീ അയാൾ ടൊവിനോ ആണെന്ന് പറഞ്ഞിട്ടല്ലേ അയാളുടെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി പോയത്? ഞാനല്ല അയാളുടെ കൂടെ സെൽഫി എടുത്തത്. അയാൾ എന്റെ അടുത്താണ് ഫോട്ടോ എടുക്കുക ഇങ്ങോട്ട് പറഞ്ഞത്. ഓക്കെ, നീ അത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ? അയാളുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. അപ്പൊ അയാൾ എന്നോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ അയാളെ കാണാതെ പോയി. ഞാൻ പിന്നെ ഇവരുടെ കൂടെ പോരുകയും ചെയ്തു. അവള് മെയിൻ ആവാൻ വേണ്ടി പലതും പറയും. നീ ഒന്നും ഉണ്ടായിരുന്നേ? എന്റെ പൊന്നു ചാരു, ഇത് അങ്ങനൊന്നും അല്ല. ഞാൻ പറഞ്ഞത് വിശ്വസിക്കും നിങ്ങള്. എടി നമ്മളിപ്പോ ഈ റീലിലും മൂവിലും ഒക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഒരാളുമായിട്ട് നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഫോട്ടോ നോക്കുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്ന ഒരാളെ കാണുന്നില്ല, അല്ലെങ്കിൽ ഫോട്ടോ പ്രിന്റ് വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്ക് പകരം വേറെ എന്തെങ്കിലും ഒരു രൂപം വരികയോ അങ്ങനത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എടി അതിന് ഇവൾ ആർട്ടിലെ ഏത് ചേട്ടനെന്നല്ലേ പറഞ്ഞത്? ഞാനാ? നീ എന്നെ നീ പൊടി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചരുവത്തെ കള്ളം പറയല്ലേ. അതും പണ്ട് നീയൊക്കെ കൂടി എന്നെ കളിയാക്കുക വരെ ചെയ്തതാ. ഇതൊക്കെ എപ്പ സംഭവിച്ചടാ? അത് ഞാൻ അപ്പോഴത്തെ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതായിരിക്കും. അതൊക്കെ എങ്ങനെ പിടിക്കണോ? മതി ഒരു സെക്കൻഡ്. നീ എന്തായാലും ആ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു, എനിക്ക് എൻ്റെ സാറിനൊന്ന് അയച്ചു കൊടുത്തിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സാറിന് അയച്ചു കൊടുക്കാനാണോ? ആ സെൽഫി അത്ര രസമില്ല എന്നെ കാണാൻ. ഞാൻ വേറൊരു ഫോട്ടോ അയച്ചേ. ഇത് പൊന്നു മോളെ, നിന്നെ കെട്ടിക്കാൻ വേണ്ടിട്ടല്ല അവള് ചോദിച്ചത്. ആ ഫോട്ടോക്കകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ സെൽഫിയും അതിന്റെ കൂടെ ഒരു നല്ല ഫോട്ടോ കൂടെ അയച്ചുതരാം. എടി നീ പറഞ്ഞൊക്കെ ഉള്ളതാണ്. അവള് ഭയങ്കര സീരിയസ് ആക്കി എടുത്തിട്ട് അവളെ സാറിന് അയച്ചു കൊടുക്കാൻ നിൽക്കുക. ചുമ്മാ നമ്മളെ നാറ്റിക്കരുത് പ്ലീസ്. ശരി, ഇനി നിന്നോടൊന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊരു കാര്യം കേട്ടിട്ടുമില്ല. പോരെ, ഞാൻ പോവില്ലേ? ഫോട്ടോ അയച്ചാ അത് വിട്ടുകളാ. അവളുടെ ചുമ്മാ ഓരോ തോന്നലുകള് വെറുതെ വായി തോന്നിയത് പറയണത്. നിങ്ങൾ ഈ മാറ്റർ വളരെ നിസ്സാരമായിട്ട് കാണരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ഞാൻ പറഞ്ഞ വിശ്വാസമില്ല. കഷ്ടം ഇത്. എന്നാലും അയാൾ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നാണല്ലോ. ഞാൻ വ്യക്തമായിട്ട് കണ്ടത് അയാളെ. അയാള് പേരും പറഞ്ഞതാണല്ലോ. കുറച്ച് കാശ് കയ്യിൽ വന്നത് അതൊന്നും സമാധാനത്തോടെ ചെലവാക്കും കൂടെ സമ്മതിക്കുന്നില്ല. ഒരു നാറി മുരുകദോസ്. என்னம்மா பயந்துட்டேன்? ആര്? മുരുകദോസ്. ഇവിടെ ആരില്ലല്ലോ അതിന്. ഇവിടെ വന്നു. ഇവിടെ ആരോ ഉണ്ട്.
അളിയ ഇതാരളിയ കുത്തിവരച്ചേക്കുന്നത്? ഇത് കുത്തിവരച്ചേക്കണമൊന്നുമല്ല, പിന്നെ ഇതെന്താ എഴുതിയേക്കുക? ഇത് തമിഴാണല്ലോ. ഞാനല്ല ചാരു, എനിക്ക് തമിഴ് അറിഞ്ഞൂടാ. ഇവിടെ സീരിയസ് ആയിട്ട് എന്തോ സംഭവിക്കുന്നുണ്ട്. ബെസ്റ്റ് ആക്ടർ മുരുകദോസ്. മകളെ, ഞാൻ പറയണത് നമുക്ക് വെറ്റിലക്കാട് നമ്പൂതിരെ വിളിക്കാം. അതാരമ്മാവാ? തിരുമേനി അറിയില്ലേ? ഒരുപാട് യക്ഷിയും ബാധയൊക്കെ ഒഴിപ്പിച്ചിട്ടുള്ള ആളാണ്. പാലക്കാടാണ് സ്ഥലം, പാലക്കാട്. മണിച്ചിത്രത്താഴിലെ തിലകനെ പോലെ ആയിരിക്കും അല്ലേ? മോളെ, ഒരുപാട് കളിയാക്കല്ലേ. ത്രികാലജ്ഞാനിയാണ്, ത്രികാലജ്ഞാനി. ഞങ്ങളുടെ നാട്ടിൽ എത്ര ബാധയും യക്ഷിയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എൻ്റെ അമ്മാവ കാലവും മാറി പ്രേതവും മാറി. അമ്മ നമ്മുടെ പപ്പി പറഞ്ഞ കേട്ടില്ലായിരുന്നോ, സ്പിരിറ്റിനൊക്കെ പെട്ടെന്ന് ഓട്ടിച്ചു കളയാൻ പറ്റുമെന്ന്? അമ്മാവ അതുപോലെ പണ്ടത്തെ പോലെ ഒന്നും അല്ല. മറ്റേ വെറ്റിലെ പാക്കും മുറുക്കോ കൊണ്ട് നടക്കാൻ വേണ്ടി എങ്ങനെ ഇവിടെ നിന്ന് ഓട്ടിച്ച് കളഞ്ഞാൽ മതി. അത് തന്നെ, എന്ത് കിട്ടാണെങ്കിലും വേണ്ടൂല, ഒന്ന് ഓടിച്ചാകുമ്പോഴത്തേക്ക് നല്ല പേടിയാവുന്നുണ്ട്. അങ്ങനെ പേടിയാണ്. പിന്നെ നീ വീട്ടിൽ പൊക്കോ. അയ്യോടാ അട്ടത് എന്ത് പുറകെ വരാനാ? ഇവിടെ ആകുമ്പോ നിങ്ങളൊക്കെ ഇല്ലേ, അവിടെ ആകുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ലേ. ഞാൻ അവിടെ ആരാണെന്ന് കണ്ടുപിടിച്ചോ? മാഡം, പപ്പിമോള് പറയണത് തമിഴ്നാട് പ്രായതമാണെന്നാണ് പറയണത്. തമിഴ്നാടാ? ആ, ഏതോ തമിഴിൻ്റെ പ്രായതമാണ്. മാഡം, എനിക്ക് തോന്നണത് നമുക്കാരെങ്കിലും പണി തരാൻ വേണ്ടി ചെയ്തതാണോ? ആര് പണി തരാൻ? എനിക്കോ അല്ല ഈ ഹോസ്റ്റലിനോ? നോ, ഈ ഏരിയയില് ഈ ഹോസ്റ്റലിനോ എനിക്കോ എഗൻസ്റ്റ് ആയിട്ട് ഒരാളും ഇല്ല, അതെനിക്ക് ഗ്യാരണ്ടിയാ. അല്ല ഇത് പ്രേതം തന്നെയാണ്. ഇല്ലെങ്കിൽ പിന്നെ സ്റ്റെഫി എടുത്ത ഫോട്ടോയില് ആളെവിടെ? അത് കാര്യമാക്കണ്ടെന്ന ചാരു പറഞ്ഞത്. ഇതത്ര കാര്യമാക്കാൻ എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സീരിയസ് തന്നെയാണ്. അയ്യോ, പപ്പിമോള് ഇവിടെ എവിടെ പോയതായിരുന്നു? അതെ മാഡം, അതെ, പ്രേതത്തിന് പിടിക്കുന്ന മിഷി എടുക്കാൻ വേണ്ടി പോയത്. അയ്യോ, പ്രേതത്തിന് പിടിക്കുന്ന മിഷനാ? അതെന്ത് മിഷനാ? അയ്യോ ജയ, ഇത് പ്രേതത്തെ പിടിക്കാനുള്ള മെഷീനൊന്നും അല്ല. ഇവിടെ എവിടെയെങ്കിലും പോസിറ്റീവോ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഈ മെഷീനത് ഡിറ്റക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അയ്യോ, അപ്പൊ ഇവിടെയെല്ലാം ഉണ്ടാവുമല്ലേ? അപ്പൊ അങ്ങനെ പിടിക്കാൻ പറ്റില്ലേ? പിടിക്കുന്നതൊക്കെ സെക്കൻഡറി അല്ലേ. ഇപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോ ഈ കൂട്ടത്തിൽ ധൈര്യമുള്ളവരാരാന്ന് വെച്ചാ എന്റെ കൂടെ വരാം. ഞാനില്ല, ഇക്കു പേടിയാ. എനിക്ക് എന്തായാലും മുരുകനെത്തി കണ്ടേ പറ്റുള്ളൂ. അയ്യോ മോളെ, എനിക്ക് പ്രായമായതില്ലേ, ഭയങ്കര മുട്ടുവേദനയുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല മോളെ. നിങ്ങൾ അങ്ങ് ചെല്ലേ. ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നതുണ്ടല്ലോ, അതിപ്പോ ഒരു റൂമിൽ മാത്രം നിൽക്കണമെന്നൊന്നുമില്ല. ദേ അവിടെ ഉണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവാം. എന്നാ പിന്നെ മോളെ, നിങ്ങൾ കുട്ടികളല്ലേ, എന്റെ മുട്ടുവേദന കാര്യമാക്കണ്ട, ഞാനും കൂടെ വരാം. ബാ. ഇറ്റ്സ് ഓക്കെ മാം, ഞാൻ വെറുതെ പറഞ്ഞതാ. ടെൻഷൻ ആവണ്ട, ഞങ്ങള് പോയിട്ട് വരാം. ആണോ? ആ, ധൈര്യമായിട്ട് വിട്ടിരിക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. ചെല്ലേ മക്കളെ, ചെല്ലേ. ഞാൻ ഇവിടെ നിന്നോളാം. നീ പോണില്ലേ? ഞാൻ മാഡം ഒറ്റയ്ക്കല്ലേ, അപ്പൊ ഞാൻ മാഡത്തിന് കൂട്ടായിട്ട് വിടുന്നു. പേടിത്തൊണ്ടേ. അല്ല മോളെ, ഈ സാധനം ഉള്ളത് തന്നെ. നിനക്ക് ഇത്ര പേടിയാണ് പുറത്തു പോയിക്കൊണ്ട്? നിനക്കപ്പോ പേടിയില്ലേ? ഇവിടെ മാത്രം നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? വേറെ സ്ഥലത്തുണ്ടെങ്കിലോ? പപ്പിമോളെ, ഈ കുന്ത്രാണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് കാണിക്കും, അവിടെ ഉണ്ടെങ്കിൽ. എല്ലാരും സൈലന്റ് ആയിട്ടിരിക്കൂ. ഇവിടെ ബഹളം വെച്ച് കഴിഞ്ഞാൽ എനർജി പോവും. സോ പ്ലീസ്.
ഞാൻ പോയി കഞ്ഞിക്ക് അരി ഇട്ടിട്ട് വരട്ടെ. ഇപ്പൊ ഇവിടുന്ന് ആരും പുറത്തു പോവരുത്. പോയാ അത് അപകടമാ. സൈലൻസ്. ഇവിടെ ഇപ്പൊ നെഗറ്റീവ് എനർജി ഉണ്ട്. ആരും പാനിക് ആവരുത്. ഇങ്ങനെ പേടിക്കാതെ. പ്ലീസ് സൈലൻസ്. Who are you? നിങ്ങൾ ആരാ? അതെ ജയൻ എവിടെ? ജയ ജയ അമ്മാവാ മാഡം മാഡം നോക്ക്. അമ്മാവാ ഓക്കെ ആയോ? നിങ്ങൾ എന്തുവാ കണ്ടേ ശരിക്കും? അത് കണ്ടത് ഇവരെല്ലാം പേടിച്ചോടി. അപ്പൊ അമ്മാവനോ? ഞാനും ഓടി. അല്ല മറ്റേ കുട്ടി എവിടെ? പപ്പി അവിടെ മേളില് റൂമിലായിരിക്കും. പപ്പി 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 ചാരു, അയാള് പപ്പീനെ കൊന്നെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചെവി കേട്ടോ ശബ്ദം. പപ്പി മോളെ മോളെ പപ്പി. സൗണ്ട് ഒന്നുമില്ല. ആ പപ്പിയുടെ കാര്യം ക്ലോസ്. അതേപോലെ കാണുന്നില്ലല്ലോ അളിയാ. ഇല്ലേ? ഇല്ല. പപ്പി ഞാനാ? നീ ചത്തില്ലേ പപ്പി? ആ ഇല്ല, എടീ നീ ഇതിൻ്റെ അകത്ത് എന്തെടുക്കണായിരുന്നു? ഞാൻ സംസാരിക്കുമായിരുന്നു. ആരോട്? ആ മുരുകദോസിനോട്. ഇവളെ പ്രേതം പിടിച്ചു കേട്ടോ. എന്റെ പ്രേതമൊന്നും പിടിച്ചിട്ടില്ല, അതൊക്കെ സിനിമയിലൊക്കെയാ. ഞാൻ ആ ആത്മാവുമായിട്ട് സംസാരിക്കുമായിരുന്നു. എന്ത് സംസാരിച്ച്? മുരുകദോസിന്റെ കഥ കേട്ടതാ. അമ്മാവനോട് എന്താണ് സംസാരിക്കുന്നു പറഞ്ഞാണ് ആത്മാവായിട്ട് സംസാരിക്കണ കാര്യം പറയണത്. നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. ആ ബെസ്റ്റ്. എടുത്ത് താമസിക്കുന്ന വീട്ടിലെ പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരായാലും പേടിക്കില്ലേ? അങ്ങനെ പേടിക്കത്തക്ക കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ അയാളുടെ ആത്മാവുമായിട്ട്
കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആരെയും മുരുകദോസ്? മുരുകദാസ് ഒരു തിരുനെൽവേലിക്കാരനാണ്. അയാൾക്ക് ഈ അഭിനയ മോഹമൊക്കെ ഒരുപാടുള്ളൊരു വ്യക്തിയായിരുന്നു. അഭിനയിക്കാനുള്ള ചാൻസ് ചോദിച്ച് സിനിമകളിലൊക്കെ ഒരുപാട് കയറി ഇറങ്ങിയ അയാൾ ലാസ്റ്റ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ കണ്ടുപിടിച്ചു. ആ പ്രൊഡക്ഷൻ കൺട്രോളർ ഇയാൾക്ക് ഡിമാൻഡ് ചെയ്തത് ഒരു 50 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ മൂവിയിൽ ഒരു ഹീറോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു. അയാൾ പാവം അയാളെ വിശ്വസിച്ചിട്ട് വീടും സ്ഥലവും എല്ലാം വിറ്റ് വീട്ടുകാരെ ഒരു വാടക വീട്ടിലേക്ക് മാറ്റിയിട്ട് അയാൾ 50 ലക്ഷം രൂപ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് കൊടുത്തു. പക്ഷേ അയാളുടെ സമയദോഷം എന്ന് പറയാമല്ലോ, ആ കൺട്രോളർ അയാളെ ചതിച്ചു. ഈ പൈസയും കൊണ്ട് അയാൾ മുങ്ങി. ആ വിഷമത്തിൽ മുരുകദാസ് ആത്മഹത്യ ചെയ്തു. ആ ക്യാഷാണ് എൻ്റെ ഇരിക്കണേ. അല്ല ഇതിനകത്ത് ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടാ? അതാ എനിക്കും മനസ്സിലാവാത്തത്. അല്ല ചോദിച്ചില്ലായിരുന്നോ എന്നിട്ട് ബാക്കി? ചോദിക്കുന്നതിന് മുമ്പ് അയാൾ പോയി. ഒന്നുകൂടെ ട്രൈ ചെയ്തൊക്കെ തന്നായിരുന്നോ? ട്രൈ ചെയ്തു, കിട്ടുന്നില്ല. ഇപ്പൊ അയാള് ഇവിടെ ഇല്ല അല്ലേ? അയാളുടെ എനർജി ഇപ്പൊ ഇവിടെ എവിടെയും ഇല്ല. എനിക്കേ അർജന്റായിട്ടൊന്ന് ബാത്റൂമിൽ പോണം. ഇപ്പൊ വരാട്ടാ. ഇതൊരിക്കലും അപ്രയത്തിൻ്റെ കാശാവല്ലേ? ഒരുപാട് സ്വപ്നം കണ്ടുപോയി കാശ്. വാ നോക്കാം. വന്നേ